വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്ന് എന്നോട് കുറേ പേര് കഴിഞ്ഞ പ്രാവശ്യത്തെ പാർട്ടിയിൽ കുറേ അന്ന് ചെയ്ത മെനുവിൻ്റെ റെസിപ്പീസ് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിലൊരെണ്ണം പണ്ടിക്കറി ആയിരുന്നു, പണ്ടിക്കറി കൂർഗ് സ്റ്റൈൽ പണ്ടിക്കറി. അപ്പോൾ അന്ന് അതിൻ്റെ റെസിപ്പിയായി നമ്മൾ ചെയ്യാൻ പോണേ. ഇത് ഞാനന്ന് കൂർഗ് സ്റ്റേക്കേഷനിൽ പോയപ്പോൾ അവിടുത്തെ ഷെഫ് എനിക്ക് തന്നതാണ് ഈ റെസിപ്പി. അപ്പോൾ ഈ സെയിം റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോണേ, പക്ഷേ 3 കിലോ പോർക്കിൽ. ഈ 3 കിലോ പോർക്ക് ചെയ്യണ ഈ സെയിം മസാല തന്നെയാണ് പോർക്ക് ഫ്രൈയും, കൂർഗ് സ്റ്റൈൽ പോർക്ക് ഫ്രൈക്കും. അപ്പോൾ ഞാൻ ഓർത്തു അത് തന്നെ ഫ്രൈയും കൂടി ചെയ്യാമെന്ന്. പിന്നെ മെയിനായിട്ട് എനിക്ക് കാണിക്കേണ്ടത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൻ്റെ സൈഡ് ഡിഷസ് ആയിട്ട് വരണേ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങളുടെ പാർട്ടിക്ക് കുറച്ച് സാധനങ്ങൾ വേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ളതാണ് സൈഡ് ഡിഷസ്. അപ്പോൾ അത് മെയിനായിട്ട് ബാക്കി വന്നത് കെയിൽ. ഞാൻ സാലഡ് കുറച്ചേ ഉണ്ടാക്കിയുള്ളായിരുന്നു. അപ്പോൾ കെയിൽ ഞാൻ വാങ്ങിച്ചത് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ അതേ കെയിൽ അന്ന് ഇങ്ങനെ നമ്മൾ സ്പിൻ ചെയ്തിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തോരൻ, പൈനാപ്പിൾ നമ്മൾ ചീസ് ബോർഡിൽ വെച്ചില്ലേ, ഞാൻ ഈ ഫിഫ പാർട്ടിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, ചീസ് ബോർഡിൽ വെച്ചില്ലേ, അപ്പോൾ അത് വെച്ചിട്ട് മഞ്ഞച്ചാറ്. പിന്നെ ഒരു മെയിൻ സാധനം ദില്ലാണ് സുക്കീനി റോളിൽ ഉള്ളിൽ വെക്കുന്ന ഹെർബ്. അപ്പോൾ ഫ്രഷ് ദില്ലുണ്ട്, ചമ്മന്തി, ഫ്രഷ് ദില്ല് ഫിഷ് കറിയിലൊക്കെ ഇടുന്ന പറഞ്ഞത്, പിന്നെ അത് വെച്ച് മോരുകറിയൊക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, അത് ട്രൈ ചെയ്യാൻ പോകാം. പിന്നെ സുക്കീനി റോളിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ കുറച്ച് സുക്കീനി ഇങ്ങനെ ബാക്കി വരും, ചില നടുക്കത്തെ ഭാഗവും അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് വെച്ച് തോരൻ, കെയിലും പാലക്കും ഉണ്ടായിരുന്നു ആ സുക്കീനി റോളിൻ്റെ അകത്ത്. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് തോരൻ വെക്കണേ. ചീസൊക്കെ ഫങ്ഷന് വേണ്ടി മേടിക്കുമ്പോൾ കുറേ ബാക്കി വരില്ലേ, അപ്പം ക്രീം ചീസ് ഇത്തിരി ബാക്കി വന്നു ആ സുക്കീനി റോളിൽ മേടിച്ചത്. അപ്പോൾ അത് വെച്ചിട്ട് ചീസ് കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മുകളിൽ ടോപ്പിംഗ് നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പിൽ ഞങ്ങൾ മേടിച്ച പീച്ച് ജാം. ഇതാണ് ചീസ് കേക്ക് ഉണ്ടാക്കി വെച്ചേക്കാം. ഇനി 6 മണിക്കൂർ എടുക്കും ഒന്ന് സെറ്റ് ആവാനായിട്ട്. അപ്പോൾ അത് സെറ്റ്. ഇനി കൂർഗ് പോക്കറി ഉണ്ടാക്കാം. ഈ കൂർഗ് സ്റ്റൈൽ പോക്കറിക്ക് കറി ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് തന്നെ. പിന്നെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കച്ചമ്പുളി, അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അത് വരുമ്പോഴേ കൂർഗ് സ്റ്റൈലിൻ്റെ ടേസ്റ്റ് തോന്നുക, അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ കറി പോലെ തോന്നുള്ളൂ. ഇതാണ് കച്ചമ്പുളി ഞങ്ങൾ കൂർഗിൽ പോയപ്പോൾ മേടിച്ചത്. ഈ സെയിം കച്ചമ്പുളിയുടെ തന്നെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കടയിലെ നമ്പർ തരാം. അല്ലെങ്കിൽ ഇത് ഓൺലൈനിലും കിട്ടും, അല്ലെങ്കിൽ ഹോസ്റ്റലൊക്കെ കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കറിക്ക് എപ്പോഴും ഫാറ്റും കൂടി ഉള്ള മീറ്റ് വേണം മേടിക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഫാറ്റും കൂടി ആയിട്ടാണ് മീറ്റ് മേടിച്ചേക്കണേ തേവര മാർക്കറ്റിൽ നിന്ന്. അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം കേട്ടോ. കൊച്ചിനിലുള്ളവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ കുറേ പേര് എന്നോട് എപ്പോഴും ആ ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട് മീറ്റ് മേടിക്കണതിൻ്റെ. ഞാനിത് ഈ പോക്ക് സ്ലോ കുക്ക് ചെയ്യാൻ പോകട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിലും ചെയ്യാം, പക്ഷേ ഈ സ്ലോ കുക്ക് ചെയ്യണതാണ് ഏറ്റവും ടേസ്റ്റ്. കോക്കനട്ട് ഓയിൽ. പിന്നെ ഞാൻ 3 കിലോയുടെ കണക്കാണല്ലോ പറയണത്. അപ്പോൾ 6 വലിയ സവാള ഇതുപോലെ പൊടി പോലെ അരിഞ്ഞു. അത് നന്നായിട്ട് സോട്ടേ ആവട്ടെ. ഇനിയിപ്പോൾ കുക്കറിലാണ്, നിങ്ങൾക്ക് അത്രയും സമയമില്ല, കുക്കറിലാണ് ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ പോർക്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പുരട്ടിയിട്ട് കുക്കറിൽ ഒന്ന് വേവിക്കുക. ഒരു 3 വിസിലിന് വേവിച്ചിട്ട് പിന്നെ ബാക്കി കുക്കിംഗ് ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഈ മസാല കിടന്ന് വേവണമെന്നല്ല. ഞാനിതിപ്പോൾ ഇതിൽ തന്നെ മസാല കിടന്ന് തന്നെ ഒരു 3 മണിക്കൂറൊക്കെ എടുക്കും. അങ്ങനെ തന്നെ കുക്ക് ചെയ്യാൻ പോവാം, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഗ്രീൻ ചില്ലി 12 എണ്ണം ഇങ്ങനെ സ്ലിറ്റ് ചെയ്തത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 6 ടേബിൾ സ്പൂൺ. ഇത് 3 കിലോൻ്റെ കണക്കാട്ടാണ് പറയണേ. ഇത് ഗാർലിക് പേസ്റ്റ് 6 ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ ജിഞ്ചർ പേസ്റ്റും 6 ടേബിൾ സ്പൂൺ. ഇനി നന്നായിട്ട് സോട്ടേ ആവട്ടെ. ഇനി മസാലയ്ക്ക് മുഴുവനായിട്ടുള്ള മല്ലി, ചെറിയ ജീരകം, മുഴുവനായിട്ടുള്ള കുരുമുളക്, ഉണക്കമുളക്, കറിയാമ്പൂ, കറുവപ്പട്ട, ഇത്രയും മതി. അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് മുഴുവനായിട്ടുള്ള മല്ലി 6 ടേബിൾ സ്പൂൺ, ചെറിയ ജീരകം 3 ടീസ്പൂൺ, മുഴുവനായിട്ടുള്ള കുരുമുളക് 6 ടീസ്പൂൺ, ഡ്രൈ ചില്ലി ഒരു 24 എണ്ണം, ഡ്രൈ റെഡ് ചില്ലി, പിന്നെ കറിയാമ്പൂ ഒരു 12 എണ്ണം, ആൻഡ് സിനമൺ ഇതുപോലത്തെ ഒരു 3 സ്റ്റിക്ക് മീഡിയം സൈസ്. അത്രയേ ഉള്ളൂ. ഇത്രയും ലോ ഫ്ലെയിമിലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ ചെയ്യണേ, അല്ലെങ്കിൽ ഈ സ്പൈസസിൻ്റെയൊക്കെ ഫ്ലേവർ പോവും. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് കൊണ്ടുവരാം. ഒരുമാതിരി ചൂടായില്ലെങ്കിൽ ഈ മല്ലിയൊന്നും പൊടിയില്ല. ഇവിടെ ഇപ്പോൾ ഈ കൂർഗ് മസാലയും ഇതുപോലെ ഡ്രൈ മസാലകളെല്ലാം കൂടി പൊടിച്ചിട്ട് കുപ്പിയിലാക്കി വെക്കും. കാരണം ഇവിടെ പോർക്കും ഇഷ്ടമാണ്, ഫിഷ് ഫ്രൈയും ഇഷ്ടമാണ്. അപ്പോൾ രണ്ടിനും ഏകദേശം സെയിം മസാല തന്നെയാണ്. ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. പക്ഷേ പൊടിച്ച് കഴിഞ്ഞാൽ മസാലകൾ എപ്പോഴും അരിക്കണം, അതാണ് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ ഈ സവാളയുടെ മിക്സ് ഉണ്ട്, നന്നായിട്ട് മൊരിഞ്ഞിട്ട് വേണം ഈ ഡ്രൈ ആയിട്ടുള്ള മസാല ആഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതായിട്ടുണ്ട്.
ഇവിടെ മസാലയുടെ തരി കറിയിൽ കിടന്ന ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അത് കാരണമാണ് ഞാൻ എല്ലാ മസാലയും ഇങ്ങനെ അരിക്കുന്നത്. നന്നായിട്ട് ഈ മസാല മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് ഉപ്പ് ഞാനൊരു 2 ടീസ്പൂൺ ഇപ്പം ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1.5 ടീസ്പൂണും കൂടി ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വേപ്പിലയിട്ട് പോർക്ക് ആഡ് ചെയ്യാം. അപ്പം നമ്മൾ ഈ സ്ലോ കുക്ക് ചെയ്യണ കാരണം ഈ മീറ്റിൽ ഇങ്ങനെ നന്നായിട്ട് പിടിക്കും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോഴേ മസാലയൊക്കെ നന്നായിട്ട് മീറ്റിലോട്ട് പിടിക്കുകയുള്ളൂ. ഇനി എപ്പോഴും നല്ല തിളച്ച വെള്ളം വേണം മീറ്റിലോട്ട് ഒഴിക്കാനായിട്ട്. പോർക്ക് മുങ്ങിക്കിടക്കാൻ മാത്രം ഉള്ള വെള്ളം ഒഴിക്കുക. ഇനി നന്നായിട്ട് തിളക്കട്ടെ, എന്നിട്ട് മൂടി വെക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങൾക്ക് കുക്കറിൽ കുക്ക് ചെയ്യാനാണ് ആദ്യം സമയമില്ലെങ്കിൽ, സ്ലോ കുക്ക് ചെയ്യാൻ സമയമില്ലെങ്കിൽ ആദ്യം തന്നെ പോർക്കൊന്ന് പകുതി വേവിച്ചിട്ട് ഇതുപോലത്തെ മസാലയിലോട്ട് ഇട്ടാൽ മതി. എന്നിട്ട് ചൂടുവെള്ളം ഒഴിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെയും കുക്ക് ചെയ്യാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് കുറച്ചും കൂടി ആഡ് ചെയ്യണുണ്ടേ. നന്നായി തിളച്ച് കഴിഞ്ഞിട്ട് തീ കുറച്ച് മൂടി ഒരു 3 മണിക്കൂറെങ്കിലും എടുക്കും. ഒരു 30 മിനിറ്റ്സ് ആവുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് വെള്ളം വേണമെങ്കിൽ, ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഈ പോക്ക് വേവുന്നതിനും ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാനുള്ള റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. സുക്കീനി സുക്കീനി തോരൻ റെഡിയാവുന്നേ ഉള്ളൂ. ഷായിദ ഈ ലെറ്റ്യൂസും കൂടി കളയണ്ട. ലെറ്റ്യൂസ് കഴുകിയിട്ട് നമ്മുടെ ആ കേലില്ലേ, കേലിൻ്റെ കൂടെ കേല് റെഡിയായോ? അയ്യോ, ഇതും കൂടി ഒന്ന് കഴുകി അരിഞ്ഞിട്ടിട്ടേക്ക്. ഇത് ലാസ്റ്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു. ഇതില്ലേ, ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞില്ലേ, അതിൻ്റെ കൂടെ ഇതും കൂടി ഇട്ട് ഒരു 2 മിനിറ്റ് മതി ഈ ലെറ്റ്യൂസ് വേവാനായിട്ട്. ലെറ്റ്യൂസും കൂടി തോരനാക്കി വെക്കാം, അല്ലെങ്കിൽ ഇത് കേടായി പോവും. സാലഡൊക്കെ ഒരു ദിവസം കഴിഞ്ഞ് ഇവർ കഴിക്കില്ല. പിന്നെ പോക്ക് ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു 3 പ്രാവശ്യം ഇങ്ങനെ ഇടയ്ക്ക് വന്ന് ഇളക്കിയായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ പോക്കറിയുടെയൊക്കെ ഒരു ഇതല്ലേ, കളറല്ലേ. പക്ഷേ മെയിൻ വ്യത്യാസം വരുന്നത് നമ്മുടെ കച്ചമ്പുളി ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ കച്ചമ്പുളി എപ്പോഴും കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ്, പോക്ക് കുക്കായി കഴിഞ്ഞിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ആഡ് ചെയ്യാം. എന്നിട്ടൊരു 5 മിനിറ്റ് ബോയിൽ ചെയ്താൽ മതി. ഇതിൻ്റെ മെയിൻ പ്രശ്നം വരുന്നുണ്ടല്ലോ, കൂടി കഴിഞ്ഞാൽ നമുക്ക് വായ വെക്കാൻ പറ്റില്ല. അത്രയും സ്ട്രോങ് ഫ്ലേവറാണ് ഈ കച്ചമ്പുളി. നമ്മുടെ കുടംപുളീനെ മിക്സിയിലിട്ട് അടിച്ചാൽ എങ്ങനെയിരിക്കും, അത്രയും സ്ട്രോങ്ങാണ്. അപ്പോൾ ഞാൻ ആകെ 2 തുള്ളി ആഡ് ചെയ്യണുള്ളൂ. അതിലും കൂടുതൽ 2 തുള്ളിയല്ല, 1 ടീസ്പൂൺ. ഇതിപ്പോൾ 3 കിലോ ഉള്ളേ, അതുകൊണ്ട് 1 കിലോയ്ക്ക് ആണെങ്കിൽ 1 തുള്ളി ആഡ് ചെയ്താൽ മതി. വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ആഡ് ചെയ്യാം. പക്ഷേ ഇത് ആഡ് ചെയ്തില്ലെങ്കിൽ കൂക്ക് ഫ്ലേവർ ഒട്ടും തോന്നില്ല. ആൻഡ് കളർ ഡിഫറൻസും വരുന്നത് ഇത് കച്ചമ്പുളി ആഡ് ചെയ്യുമ്പോഴാണ്. ഇനി ഒന്ന് നന്നായിട്ട് പോക്കിൽ ആ പുളിയൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. ഞാൻ പല ഇതിലായിട്ട് ആഡ് ചെയ്യണം കേട്ടോ, കാരണം എനിക്കിവിടെ പുളി ഒട്ടും അധികം ഇഷ്ടമല്ല. പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്, പക്ഷേ പുളി കൂടി എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇപ്പോൾ ആഡ് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ബോയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അധികം പുളി തോന്നണില്ല, അപ്പോൾ ഇത്തിരി കൂടി ആഡ് ചെയ്യുക. അപ്പോൾ അതുപോലെ നിങ്ങളും പല പ്രാവശ്യമായിട്ട് ആഡ് ചെയ്താൽ മതി. കൂടി കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കൂടിയപ്പോൾ ആരും കഴിച്ചില്ല. അപ്പോൾ ഇത് കുറച്ച് ഗ്രേവിയുള്ള ഇതിലായിരിക്കുന്നത്, പണ്ടിക്കറി, കൂക്ക് സ്റ്റൈൽ പണ്ടിക്കറി. ഇനി ഇതിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യണത് കേട്ടോ. ഇതല്ല ആക്ച്വൽ മെത്തേഡ്. ഫ്രൈ ചെയ്യണ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ തൽക്കാലം പോക്ക് ഫ്രൈ കഴിക്കാൻ തോന്നുവാണെങ്കിൽ ഈ സമയത്ത് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ പണ്ടിക്കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണ്ടാവും. അപ്പോൾ അതിൽ തന്നെ പോക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത് കണ്ട മേലെ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതൊരു നോൺ സ്റ്റിക്ക് പാനിലായിരിക്കും ഫ്രൈ ചെയ്യാൻ എളുപ്പം. പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, തീരെ ചെറുതാക്കണ്ട ഫ്രൈക്ക്. പച്ചമുളക് അത്ര ഇട്ട് ഒന്ന് സോട്ട് ചെയ്യുക. ഈ പോക്കിൻ്റെ നെയ്യിൽ തന്നെ ഫ്രൈ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഗ്രേവി അധികം ഇല്ലാണ്ട് ഫ്രൈക്ക് ഇഷ്ടമുള്ള പീസുകൾ മാത്രം എടുത്ത് ഈ ഓയിലിലോട്ടിടുക, ഫ്രൈ ചെയ്യുക. കുറച്ചധികം എടുക്കുന്നുണ്ട്. ഇവിടെ ഫ്രൈയും ഇഷ്ടമാണ്, ഗ്രേവി ഇഷ്ടമാണ്. ഇത് പോക്കിൻ്റെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയില്ലേ പണ്ടിക്കറിയുടെ അകത്ത് വന്ന് നെയ്യ് തന്നെയാണ് ഇവർ യൂസ് ചെയ്തേക്കണേ. ഇനി ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് നമ്മുടെ കൂർഗി മസാല ഞാൻ പറഞ്ഞില്ലേ പൊടിച്ച് വെച്ചാൽ യൂസ്ഫുൾ ആയിരിക്കും, അത് കുറച്ച് ഇടാനുണ്ട്. ഫ്രൈ ആവട്ടെ. ശരിക്കും ഈ കൂക്ക് സ്റ്റൈൽ ഫ്രൈയിൽ ലാസ്റ്റ് മിനിറ്റ് അവർ കച്ചമ്പുളി ആഡ് ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ ഇതിൽ നിന്നല്ലേ എടുത്തിട്ട്, അപ്പോൾ ഇത്രയും കൂടി ഞാൻ ലാസ്റ്റ് മിനിറ്റ് ആഡ് ചെയ്യുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ടും ഇച്ചിരിയും കൂടി പുളിക്ക് വേണ്ടിയിട്ട്. ബട്ട് അത് സൂക്ഷിച്ച് തന്നെ ആഡ് ചെയ്യണം കേട്ടോ. ഒരു ഡ്രോപ്പൊക്കെ ആഡ് ചെയ്യണുള്ളൂ. ആൻഡ് മുളക് പൊടിയുടെ ടേസ്റ്റ് അല്ല, പെപ്പറിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ പെപ്പർ ഫ്രഷായിട്ട് ഗ്രൗണ്ട് ചെയ്യുക, പെപ്പർ, പിന്നെ വേപ്പില. ഇനി ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആവട്ടെ.
വേണ്ട. ഇത് ഈ കച്ചമ്പുളി ആഡ് ചെയ്തില്ലെങ്കിൽ ഏകദേശമൊക്കെ നമ്മുടെ പോർക്ക് ഫ്രൈൻ്റെ തന്നെ ടേസ്റ്റാണ്. പിന്നെ ഒരുമാതിരി ഫ്രൈ ആയി കഴിഞ്ഞിട്ട് കുറച്ച് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ കൂർഗ് മസാല ഇപ്പം ഞാനിങ്ങനെ പൊടിച്ച് വെക്കും. അതൊരു 1/2 ടീസ്പൂണൊക്കെ മതി. പക്ഷെ അത് നമ്മൾ ഈ ഗ്രേവിയിൽ നിന്ന് എടുത്തിടുന്ന കാരണം ആ മസാലയുടെ ടേസ്റ്റൊക്കെ കുറച്ചും കൂടി വരാനായിട്ട് അതും കൂടി ആഡ് ചെയ്യണം. ഈ പോർക്ക് ഫ്രൈഡേ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാൽ കുറേ നേരം നമ്മളിങ്ങനെ കൂടുതൽ ഫ്രൈ ആക്കും തോറും ചിലപ്പോൾ ഈ നെയ്യ് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. ഇപ്പോൾ ഒരു ചെറിയൊരു പൊട്ടിത്തെറി നടന്നു. അതാ ഞാൻ ഇപ്പോൾ പറയാൻ കാരണം. കൂടുതൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഇരിക്കുമ്പോഴേ മെയിനായിട്ട് എപ്പോഴും നമ്മളിങ്ങനെ ഇളക്കാതെ ഇങ്ങനെ പോകില്ലേ, കുറച്ച് നേരത്തേക്ക് ഇളക്കാതെ ഇടുമ്പോൾ അത് കഴിഞ്ഞ് വന്ന് ഇളക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മുഖത്തോട്ട് തെറിക്കും. ഇത്രയും മതി. ഇനി എണ്ണ ഇങ്ങനെ കളഞ്ഞിട്ട് ഇടാം. ലാസ്റ്റ് ഞാൻ കുറച്ച് റോസ് അണിയനും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ക്രിസ്പ് കിട്ടാനായിട്ട്. സ്ലിറ്റ് ചെയ്ത് ഗ്രീൻ ചില്ലി. ഞാൻ പറഞ്ഞില്ലേ റിയൽ പോർക്ക് ഫ്രൈ ഇങ്ങനെയല്ല അവരുടെ. ബട്ട് നമുക്ക് തൽക്കാലം മടി വരുമ്പോൾ ഈ ഒരു സമയത്ത് പണ്ടിക്കറി ഉണ്ടാക്കുമ്പോൾ കഴിക്കാനായിട്ട് ഇത് കറക്റ്റാണ്. ഓയിൽ മാറ്റിയിട്ട് ഇടുക കേട്ടോ. ആൻഡ് പോക്കറി പണ്ടിക്കറി ഇത്രയും ഗ്രേവി വേണം കേട്ടോ പോക്കറിക്ക്, പണ്ടിക്കറിക്ക്. ആൻഡ് സ്ലോ കുക്ക് ചെയ്യണതും കുക്കറിൽ കുക്ക് ചെയ്യണതും നല്ല വ്യത്യാസമുണ്ട് ഈ കറി. അപ്പോൾ ഇന്ന് എൻ്റെ ലഞ്ചിന് കേൽ ആൻഡ് പാലക്ക് മിക്സ് ചെയ്ത് ബാക്കിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തോരൻ, ഇതൊക്കെ ഞാൻ കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. ബട്ട് പാർട്ടി ഓർഡേഴ്സിൻ്റെ സമയത്ത് ഞാൻ ഓർക്കുമായിരുന്നു കേലൊക്കെ ബാക്കി വരുമ്പോഴേ ഈ സാലഡിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്നും പറഞ്ഞിരിക്കും. പക്ഷേ ഇതിപ്പോൾ തോരൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല. ആൻഡ് ഈവൻ സുക്കീനി ആണെങ്കിലും ഇതിന് മുമ്പ് ഉണ്ടാക്കിയ സുക്കീനി റോളും പിന്നെ ഈ ഗ്രിൽഡിനൊക്കെ മേടിക്കില്ലേ, അപ്പോൾ ബാക്കി വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. തോരൻ വെച്ചിട്ട് അടിപൊളിയാണ് കേട്ടോ ഈ സുക്കീനി. ഗ്രീൻ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കി വെക്കണേ. ബാക്കിയെല്ലാം നല്ലതായിരിക്കും. ഓൺലി തിങ് വെന്തിങ്ങനെ ഓവറായി പോരുത്. പിന്നെ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത പൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. ദില്ലിൻ്റെ കോണ്ടിനെൻ്റൽ ഡിഷസിലൊക്കെ യൂസ് ചെയ്യണ ദില്ലിൻ്റെ നമ്മുടെ കേരള സ്റ്റൈൽ ചമ്മന്തി, അത് പൊളിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്താൽ മതി നമ്മൾ ഈ കോണ്ടിനെൻ്റൽ ഡിഷസൊക്കെ ഉണ്ടാക്കാൻ മേടിക്കുമ്പോൾ. പിന്നെ ഇത് ഇന്നത്തെ കൂർഗി പോക്കറി പണ്ടിക്കറി. എനിക്ക് നെയ്യാണ് ഏറ്റവും ഇഷ്ടം, അത് കാരണം ഞാൻ അതാണ് എടുക്കണേ. ആൻഡ് പോർക്ക് ഫ്രൈ അതും നെയ്യ് എനിക്കിഷ്ടം. മറ്റേ മീറ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ടെക്സ്ചർ ഞാനിപ്പോൾ പറയാം കേട്ടോ ഇത് എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകണ നമ്മുടെ പിക്കിൾഡ് അണിയൻ. ബീട്രൂട്ടിൻ്റെ വെള്ളം ഇപ്പം ഞങ്ങൾ ഒഴിക്കാറില്ല. ഇപ്പം ഇതിപ്പോൾ എല്ലാ ദിവസം വേണ്ട കാരണം അതൊന്നും ഒഴിക്കാറില്ല. ഇതിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. ആൻഡ് അക്കി റൊട്ടി അല്ല ഇത്, ബട്ട് നമ്മുടെ മുസ്ലിം ഡിഷില്ലേ പത്തിരി, അതിൻ്റെ മസാല ഇട്ട വേർഷനാണ്. അതാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പോകണം. അക്കി റൊട്ടിയുടെ നല്ലൊരു റെസിപ്പി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കഴിക്കാം. അയ്യോ ഒരു മിനിറ്റ്, പൈനാപ്പിൾ ബാക്കി വന്നില്ലേ? ഞങ്ങളുടെ ചീസ് ബോർഡിൽ അന്ന് ഉണ്ടാക്കിയ ഫിഫ വേൾഡ് കപ്പിൻ്റെ പരിപാടിക്ക് അത് വെച്ച് മാമ്പഴ പുളിശ്ശേരി പോലെ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്തില്ലെങ്കിൽ പാർട്ടി ഒക്കെ നടത്തുമ്പോൾ നമുക്ക് നഷ്ടമായിരിക്കും കേട്ടോ ഇങ്ങനെ സാധനങ്ങൾ മേടിച്ചിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ ഇങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാൻ ഓർക്കാം. ഞാൻ ഈ കേൽ പാലക് സാലഡിൻ്റെ ഇത് പറയട്ടെ. പാലക്ക് വേണമെന്നില്ല, കേൽ മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടും ഭയങ്കര നല്ലതായിരുന്നു. ഓൺലി തിങ് വേവണം, ഈ ഇല ഇത്തിരി വേവാൻ സമയമെടുക്കും. പൊളി. സുക്കീനി നമ്മുടെ പടവലങ്ങ തോരനൊക്കെ ഇല്ലേ അതുപോലെ ഇരിക്കും. ഇത് ഓവറായിട്ട് കുക്കാവാൻ പാടില്ല. ദില്ലിൻ്റെ ചമ്മന്തി ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണേ. ഒരു കുഴപ്പമില്ല. മാങ്ങ ചമ്മന്തിയിൽ കുറച്ച് ദില്ലിട്ടു, ഒരു കുഴപ്പമില്ല. അത് ആക്ച്വലി എനിക്കൊന്നും പുതിന ചട്നിയൊക്കെ ഇല്ലേ നമ്മൾ ബ്രെഡിൽ ഫില്ല് ചെയ്യണേ, അതുപോലെ ചെയ്യാനും ഈ ദില്ല് നല്ല. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നേരത്തേക്ക് മേടിക്കുമ്പോൾ ഞാൻ കളയുമായിരുന്നു ബാക്കി. ആണിത് ഇന്നത്തെ പോക്കറി. നെയ്യാണ് മൊത്തം എടുത്തേക്കണം. ഞാൻ ഈ ഇതായിട്ട് കഴിക്കാം കേട്ടോ. അക്കി റൊട്ടിയല്ല, എൻ്റെ ടൈപ്പ് പത്തിരി, മസാല പത്തിരി. ഇത് ഞാൻ പറഞ്ഞില്ലേ
എപ്പോഴും പിറ്റേ ദിവസമൊക്കെയാണ് ഈ കറി ടേസ്റ്റ്. പോർക്കെല്ലാം അങ്ങനെയാണല്ലോ, ആ പുളിയും മസാലയൊക്കെ പിടിച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് ഏറ്റവും ടേസ്റ്റ്. ആൻഡ് പോർക്ക് ഫ്രൈ ട്രൈ ചെയ്യട്ടെ, ചോറായിട്ട് ട്രൈ ചെയ്യാം. പൈനാപ്പിൾ കറി. പോർക്ക് ഫ്രൈ എനിക്ക് നമ്മുടെ നാടൻ പ്രിപ്പറേഷനാണ് കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ. എന്താണ് വ്യത്യാസം വരുന്നതെന്ന് എനിക്കിപ്പോൾ പറയാൻ മനസ്സിലാവണില്ല. ഈ കറിയിൽ നിന്ന് എടുത്ത് നമ്മൾ ഈ കച്ചമ്പുളി ഇട്ട് വേവിച്ച് ഇട്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്ത കറിയിൽ നിന്ന് എടുക്കുമ്പോൾ എനിക്കൊന്നും ഫ്രൈ ചെയ്യുമ്പോൾ ഇത്തിരി ഹാർഡായി പോകുന്നു. ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റുവാണെങ്കിൽ കച്ചമ്പുളി ഇടണേക്കാളും, നമ്മുടെ പോക്ക് പണ്ടിക്കറി ഉണ്ടാക്കുമ്പോൾ കച്ചമ്പുളി ഇടണേക്കാളും മുമ്പ് എടുത്ത് മാറ്റിയിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ആ ഒരു വ്യത്യാസം എനിക്ക് ഫ്രൈയിൽ എനിക്ക് തോന്നുന്നുണ്ട്. കച്ചമ്പുളിയുടെ ഞാൻ മേടിച്ച സ്ഥലത്തെ കൂർഗിലെ സ്ഥലത്തിൻ്റെ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുക്കാവേ, അല്ലെങ്കിൽ ഓൺലൈനും കിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ബൈ.